അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കുണ്ടായിരുന്ന ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. ഇത് നടന്നത് ഒരു 2 കൊല്ലം മുമ്പാണ് ട്രിവാൻഡ്രത്ത് വെച്ച. ഞാൻ അന്ന് ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി പോയിക്കാ ട്രിവാൻഡ്രത്ത്. അപ്പൊ ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ സൈക്കോളജിസ്റ്റ് ചോദിച്ചു, ഒരു കൗൺസിലിംഗ് സെഷന് ഒരു ഷാഡോ സൈക്കോളജിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ കയറി. ഒരു ക്ലയന്റ് വന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ക്ലയന്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ ഈ ക്ലയന്റ് കയറി വന്ന ആ ഒരു മിനിറ്റ് മുതൽ ഞാൻ ഈ കുട്ടീനെ നോക്കുന്നുണ്ട്. ആ കുട്ടി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു തവണ പോലും ആ കുട്ടി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ പോരായിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് ഫിജിറ്റിംഗ് ആണ്. ടേബിളിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് ആ കുട്ടി ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു, വെറുതെ ടേബിളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കാലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു പറയാൻ പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് ഓർമ്മയില്ല. പിന്നെ അത് മാത്രമല്ല, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് കാണാം. പിന്നെ ഡിപ്രഷൻസിന്റെ സിംറ്റംസും കാണാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ആ കുട്ടിക്ക് ഒരു ഫോക്കസ് ഇല്ല ഒരു കാര്യത്തിലേക്ക്. അപ്പോൾ ഈ കുട്ടിയുടെ ഫയല് എനിക്ക് കിട്ടി. ആ ഫയൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഡയഗ്നോസ്ഡ് ആണ് ഈ കുട്ടി. അപ്പൊ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ADHD എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. ഇത് കുട്ടികളിലാണ് മെയിൻലി കാണുന്നത്, പക്ഷെ എന്നാൽ പോലും അഡൽട്സിലും കണ്ടുവരുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പൊ ഇതിന്റെ മേജർ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇതിന്റെ കോസൽ ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ജെനറ്റിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇനി ഇതിന് ക്യൂർ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂർ ഇല്ല. പക്ഷെ എന്നാലും തെറാപ്പീസും മെഡിക്കേഷൻസും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നമുക്ക് ലൈഫിന് ഒരു ഡിസ്ട്രപ്ഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്.